അറിവഴകൻ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത ശബ്ദം എന്ന സിനിമ. ആദി, ലക്ഷ്മി മേനോൻ, ലൈല, സിമ്രൻ, MS ഭാസ്കർ തുടങ്ങിയ നല്ലൊരു കാസ്റ്റോടെ വന്ന സിനിമയാണ്. പുള്ളിയുടെ തന്നെ ഈറം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അപ്പൊ പുള്ളി ഹൊറർ ജോണറിലോട്ടുള്ള ഒരു കംബാക്ക് കൂടെ നടത്തിയ ഒരു സിനിമയാണ് ശബ്ദം എന്ന സിനിമ. ഒരു കോളേജിൽ തുടരെയുള്ള ആത്മഹത്യയും അതിന്റെ പിന്നിലെ ദുരൂഹത, ഒരു അമാനുഷിക ശക്തിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് ത്രൂ ഔട്ട് നാട്ടിൽ എല്ലാവരും പറയുന്നതോടെ ഒരു ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററെ കൊണ്ടുവരികയും അതിലൂടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി കോളേജ് മാനേജ്മെന്റ് നായകനെ വിളിച്ചു വരുത്തുകയാണ്. രൂപൻ എന്നുള്ള ക്യാരക്ടറാണ്, ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ആദ്യമാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഐഡിയ കാണുന്ന ഒരു ഫീലാണ്. അതിപ്പോ ഈറം എന്ന സിനിമയായി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്ക് അപ്പം തന്നെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ പ്രസന്റ് ചെയ്ത രീതി നമുക്ക് തോന്നും. ആൻഡ് ടെക്നിക്കലി അത്യാവശ്യം നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫിയും സൗണ്ട്, എസ്പെഷ്യലി എനിക്ക് തമന്റെ മ്യൂസിക് ഈ സിനിമയിൽ വളരെ യുണീക്ക് ആയിട്ട് തോന്നി. കാരണം ഈ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്ന അതിന് ചേർന്ന് പോകുന്ന ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആയിരുന്നു തമന്റേത്. ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് പോവുകയും ഭയങ്കര അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ട് സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള റൈറ്റിംഗ് ആയി പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇതെന്താണ് ഇതിന് കാരണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ നിന്നും ഒരു പ്രോപ്പർ ഹൊറർ മൂവിയിൽ സംഭവിക്കാവുന്ന ഒരു പ്രേതം ഉണ്ടാവും. ആ പ്രേതത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് കാണും. ആ ഫ്ലാഷ് ബാക്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണും. അവരോടുള്ള റിവെഞ്ച് കൂടിയായിരിക്കും ബാക്കി കഥ. അതിൽ നിന്നും ഒരു മാറ്റവും വരുത്താതെ ഈ സിനിമ അതേ ഒരു ജനറിക് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് റൈറ്റിംഗ് കുറച്ചുകൂടി ഇന്റൻസ് ആക്കായിരുന്നു തോന്നുന്നു. കാരണം ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല. ഫ്ലാഷ് ബാക്കിൽ ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടും കണക്ട് ആകാത്തത് കൊണ്ട് തന്നെ ത്രൂ ഔട്ട് പിന്നെ ആ ഫ്ലാഷ് ബാക്ക് സീൻസും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള മൊമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു ക്ലൈമാക്സിൽ ഒരു വില്ലനെ കാണിക്കുന്നത് ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ കാണിക്കുന്നതാണെങ്കിലും അതിലൊരു മൊമെന്റ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ പക്ഷെ സിനിമ സ്റ്റിൽ ഒരു നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ശബ്ദം എന്നുള്ള സിനിമ. അപ്പോൾ ഒരു ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ റൈറ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചതാണെങ്കിൽ, കുറച്ചുകൂടി ഇന്റൻസ് ആക്കിയതാണെങ്കിൽ, ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് കാണുന്നവർക്കുമായിട്ട് കണക്ട് ആകാൻ സാധിച്ചതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയേനെ എന്ന് തോന്നി. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.